ബനു ഇസ്രായേലിലെ പ്രവാചകനാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ഈജിപ്തിനെ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിച്ച ഭരണാധികാരി. ലോകത്ത് ആദ്യമായി സെൻസറും റേഷൻ സമ്പ്രദായവും നടപ്പിലാക്കിയ പരിഷ്കർത്താവ്. ക്ഷമയിലൂടെയും സഹനത്തിലൂടെയും ഉന്നത സോപാനം കൈവരിച്ച മഹാത്മാവ്. ജീവനേക്കാളേറെ കുടുംബ ബന്ധത്തിന് സ്ഥാനം കൽപ്പിച്ച മനുഷ്യസ്നേഹി. ആദം അലൈഹിസ്സലാമിന്റെ 23ാമത്തെ പൗത്രനാണ് യൂസുഫ് അലൈഹിസ്സലാം. സൗന്ദര്യത്തിന്റെ നിറകുടമാണ് അദ്ദേഹം. സൗന്ദര്യത്തിന്റെ സിംഹഭാവവും യൂസുഫ് നബി അലൈഹിസ്സലാമിനാണ് അള്ളാഹു നൽകിയത്. ഭംഗിയുടെ അർദ്ധഭാഗം യൂസുഫ് അലൈഹിസ്സലാമിന് നൽകപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചത്. ഏറ്റവും നല്ല കഥ എന്ന വർണ്ണനയോടെയാണ് പരിശുദ്ധ ഖുർആൻ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ജീവചരിത്രം വിവരിക്കുന്നത്. സാധാരണ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു സൂറത്തിൽ തന്നെ ക്രമബദ്ധമായ ചരിത്രം വിവരിക്കുകയാണ്. പഠിക്കാനും അതിലേറെ പകർത്തുവാനുള്ള വശ്യസുന്ദരമായ ചരിത്രം. ഈജിപ്തിലായിരുന്നു യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രബോധന മേഖല. ഭരണവും ദീനീ പ്രബോധനവും ഒന്നിച്ചു നടത്താൻ ഭാഗ്യം സിദ്ധിച്ചവരിൽ ഒരാളായിരുന്നു നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. പിതാവും പിതാമഹനും അവരുടെ പിതാവും നബിമാരാകുന്നു എന്നത് യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രത്യേകതയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പുത്രന്മാരിൽ ഒരാളായ ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ പുത്രനാണ് യാക്കൂബ് അലൈഹിസ്സലാം.